IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. മലയാള മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ എടുത്തത് ധ്യാൻ്റെ ആയിരിക്കും. അത് അതിനകത്ത് വേറെ പ്രത്യേകത, ഞാൻ ഏത് സമയം എത്ര മണിക്കൂർ ഇരിക്കാനും തയ്യാറായിട്ട് വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ ഇന്ന് വരുന്ന വഴിക്കും വണ്ടിയിൽ നിന്ന് കണ്ടപ്പോൾ ഒരാളുടെ ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്ന ഒരു സമയം അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് എല്ലാ സിനിമയിലും ഇന്റർവ്യൂ വിടുന്നത്. അപ്പം ഞാൻ പറഞ്ഞൊരു പോയിന്റ് എപ്പോഴും ഞാൻ നോട്ട് ചെയ്യുന്നു, എല്ലാവർക്കും വേണ്ടി ഒന്നും കൂടെ പറയാണ്, അത് എൻ്റെ ജോലിയാണ്. ഞാൻ എഴുതുമ്പോൾ എഗ്രിമെന്റിൽ ഒരു കോളം പൂരിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നതിന് മറ്റുള്ളവർക്കും അതൊരു പാഠമാണ്. ഞാനന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ മറുപടി എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഇന്റർവ്യൂ നിങ്ങളുടെയാണ്. ത്രൂ ഔട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പ്രേക്ഷകർക്ക് അത് ഇഷ്ടമാണല്ലോ. ഇത് പറഞ്ഞത് ധ്യാൻ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ധ്യാൻ വരുന്നതെന്നോ ഇതാ, അതിനൊരു മാറ്റില്ല. ആ ധ്യാൻ പറഞ്ഞ മറുപടി ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് ഞാൻ കണ്ടുകൊണ്ടാണ് പറഞ്ഞോട്ടോ, കൃത്യമാണ്. അങ്ങനെ എത്രയോ പേര് വരാതിരിക്കുന്നുണ്ട്, ആ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. സീക്രട്ടിലേക്ക് വരുമ്പോൾ സീക്രട്ടായിട്ട് ഒരു കാര്യം ചോദിക്കാണ്ട്, മണിക്കൂട്ടൻ നേരത്തെ പറഞ്ഞല്ലോ ധ്യാനുമായിട്ട് ആദ്യ സീൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞല്ലോ നമുക്കൊന്ന് പൊളിക്കണമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് ഈ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നിങ്ങൾ എല്ലാവരും എനിക്ക് തോന്നുന്നു. അയ്യോ അത് ഞാൻ പെട്ടെന്ന് നമ്മളത് പറ്റിച്ചിട്ട് പോയ ആളാണ്, പെട്ടെന്ന് പോയില്ല, 2 വർഷം ഇരിക്കുന്നത്. പക്ഷെ ധ്യാനുമായിട്ട് നമുക്ക് ഒരു സെറ്റിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവങ്ങളുണ്ടല്ലോ. ഞാൻ പുള്ളിയുടെ അച്ഛനായിട്ടാണ് കമ്പനി. അല്ല പ്രായം വെച്ച് ഞാനും പറയാൻ വളരെ ചെറുപ്പത്തിൽ ഒന്നാണ് മനുഷ്യന്റെ ആദ്യത്തെ സിനിമ ശ്രീനിവാസ സാറായിട്ടായിരുന്നു ബോയ് ഫ്രണ്ടില്. പിന്നെ ഞാൻ അദ്ദേഹമായിട്ട് ഒരു അമേരിക്കൻ ട്രിപ്പ് പോയിട്ടുണ്ട് ഷോയ്ക്ക്. അത് എനിക്ക് അധികം ഷോയ്ക്കൊന്നും പോയിട്ടില്ല സാർ, നമ്മൾ അടിച്ചു പൊളിച്ച ഷോ ആയിരുന്നു. അതിനുശേഷം ഞാൻ വിനീതേട്ടൻ്റെ തട്ടത്തിൻ മറയത്തിൽ അഭിനയിച്ചു. തട്ടത്തിൻ മറയത്തിന് ശേഷം വിനീതേട്ടനായിട്ട് ഞാനൊരു അമേരിക്കൻ ഷോ പോയി. ഇപ്പൊ ധ്യാനമായിട്ട് അഭിനയിക്കുകയാണ്. അഭിനയിച്ചപ്പോ വിനീതനോട് അഭിനയിച്ചപ്പോൾ ധ്യാനമായിട്ട് അപ്പൊ അമേരിക്കൻ ട്രിപ്പ് അതിനകത്ത് ഒരു കുടുംബത്തിന് മൊത്തം അമേരിക്ക കൊണ്ട ആളാണ്. ഇങ്ങനെ ഗംഭീരമായി പണിക്കട്ടെ പറഞ്ഞതുപോലെ ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണ്. നേരത്തെ നമ്മൾ സ്വാമി സാറിന്റെ ഒരു കഥയിൽ അഭിനയിക്കുക എന്ന് വെച്ചാൽ വളരെ ഭാഗ്യമാണ്. നമ്മൾ ചില ആളുകളുടെ സിനിമയിൽ അഭിനയിക്കാൻ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരൊരു സ്ക്രിപ്റ്റിൽ പോലും നമ്മളൊന്ന് ആ ഒരു സിനിമയിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സ്വാമി സാർ. ഈ സിനിമ നേരത്തെ പറഞ്ഞാൽ ഒന്നും നമ്മൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ നമുക്ക് പോയി അഭിനയിക്കാം, ധൈര്യമായിട്ട് അഭിനയിക്കാമെന്നുള്ള ഒരു ഇതായിരുന്നു. ഒരേ കഥാപാത്രങ്ങൾ ചെയ്ത് വരുമ്പോഴും ഇതിലേക്ക് എത്തുന്ന ഒരു സീനുണ്ട്. സീക്രട്ട് എന്ന് പറഞ്ഞാൽ എസ് എൻ സ്വാമിയുടെ കഥയിൽ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഭയം, അല്ലെങ്കിൽ നമുക്കൊരു ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി മൈൻഡുകൾ പലതായിരിക്കും. ഈ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. അതെങ്ങനെയാണ് ഉൾക്കൊണ്ടത്? ഇല്ല, ഞാൻ സ്വാമി സാറ് ഇതിനു മുമ്പ് യങ്സ്റ്റേഴ്സിനെ വെച്ച് കഥ എഴുതിയ ഒരു സിനിമയുണ്ട് പോസിറ്റീവ്, ഡയറക്റ്റ് ചെയ്ത് VKP ആയിരുന്നു. അതിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അതിനുശേഷം സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് മൂവിയാണ്. സ്വാമി സാറിൻ്റെ ഒരു ഡയലോഗ് പറയാൻ സാധിക്കുക ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ടിങ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ്. പിന്നെ നമ്മൾ ഇതിൽ ആ കൂടെ ഞാൻ 2 സീനിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഒരു ലെങ്തി ഡയലോഗാണ്. നമ്മളീ പറയുന്നില്ലേ, ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ ആ ഇമോഷൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് അത് വളരെ എന്താ പറയുക ഭയങ്കര സ്വീറ്റായിട്ട് സാർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഭയം വേണ്ട. സ്വാമി സാർ ഒരു ബ്രാൻഡാണ്. എസ് എൻ സ്വാമി എന്ന് പറയുന്നത് മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഒരു ബ്രാൻഡാണ്. ലോക സിനിമ അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് പതിഞ്ഞ രീതിയിലുള്ള നമുക്ക് പല ആൾക്കാരുടെ പേര് പറയുന്നതിനോടൊപ്പം തന്നെ അല്ലേ വെക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് സ്വാമി സാർ. അത് എല്ലാവർക്കും അറിയാവുന്ന സത്യം. പക്ഷേ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായി മാറുമ്പോഴത്തേനും പേടിയല്ല, നമ്മൾ സാറിൻ്റെ കൂടെ അങ്ങ് നിന്ന് കൊടുക്കുക. സാറ് നമ്മളെ കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ചെടുത്തോളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറൊരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേനും തീർച്ചയായും മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പലരും വില്ലിങ് ആവും സാറിന് ഡേറ്റ് കൊടുക്കാനായിട്ട്. പക്ഷേ സാറ് ഞങ്ങളെ യങ്സ്റ്റേഴ്സിനെ വെച്ച് ആ സിനിമ ചെയ്യാൻ സാറിൻ്റെ മനസ്സിന് തോന്നിയ എൻ്റെ നേരത്തെ പറഞ്ഞ വാക്ക് ഇൻറ്റ്യൂഷനാണ്. നമ്മൾ ഈ സീക്രട്ടിനെ പറ്റി പറഞ്ഞ ഡെസ്റ്റിനി സാറിൻ്റെ മനസ്സിൽ വന്നു. അത് നമ്മുടെ ഭാഗ്യമാണ്. സാറിൻ്റെ കഥാപാത്രമായി മാറാനും സാറ് അങ്ങനെ ഒരു ആദ്യത്തെ സംവിധാനമാണ്. അപ്പോൾ ആ സംവിധാനം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായി മാറേണ്ടത് നമ്മുടെ ഭാഗ്യം. അല്ല, എനിക്ക് ആദ്യത്തെ ഷൂട്ട് നടക്കുന്ന ദിവസം നമ്മൾ പൂജ കഴിഞ്ഞിട്ട് ഷൂട്ട് നടക്കുമ്പോൾ എൻ്റെ പിൻനിരയിലിരിക്കുന്ന ഡയറക്ടർമാരാണ് മധു സാറ്, കമൽ സാറ്, ഇങ്ങനെ നീണ്ടിരിക്കുകയാണ്. സ്വാമി സാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ എത്രയോ ടാലൻ്റായ സംവിധായകരോട് ഇരിക്കുക. ഓരോ സീൻ കഴിയുമ്പോൾ അവർ വരെ ആക്ഷൻ പറയാൻ ഇങ്ങനെ വെപ്രാളപ്പെടുന്ന ആ സീൻ കാണണം ആദ്യത്തെ ദിവസം. അത് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കയറിയ ഒരു സംഭവമാണ്. അത്രയും പേര് നിരന്നിരിക്കുകയാണ്.
ഏറ്റവും സൂപ്പർ സിനിമകൾ എന്ന ഡയറക്ടർമാർ ഇങ്ങനെ ഇരിക്കുക. സാമി സാറ് ഡയറക്ഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിരന്നിരിക്കുന്ന ആ ഒരു സീൻ കാണുമ്പോൾ ഉണ്ടല്ലോ, അപ്പൊ എത്രമാത്രം പ്രതീക്ഷയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ആ സിനിമയെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. ഈ എല്ലാ സിനിമകളും പല രൂപത്തിലാണ് വരുന്നത് അല്ലേ, ഇത് വേറെ രൂപത്തിലാണ്. സീക്രട്ട് എന്ന പേരിൽ തന്നെ വേറെ രൂപത്തിലാണ് വരുന്നത്. ഈ സിനിമയുടെ സബ്ജക്റ്റ് കേട്ട് ഇത് ഏത് രീതിക്ക് യാത്ര ചെയ്യുമായിരിക്കുമെന്ന് മനസ്സിൽ ചിന്തിച്ചു? ഈ സിനിമയുടെ ഒരു യാത്രയുണ്ടോ, ഏത് രീതിക്ക് ചിന്തിച്ചോ? ഇല്ല, എനിക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എന്നെ വിളിക്കുമ്പോഴത്തേക്ക് മൂർത്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ടിന് വരുമ്പോഴാണ് സ്വാമി സാർ ഈ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത്, എന്താണ് ധ്യാൻ്റെ മിഥുൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് പറഞ്ഞു കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തരുമ്പോഴാണ് ഇതൊരു ഇത്രയും എന്താ പറയണ്ടേ റിസർച്ച് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ്. അതാണ് നമ്മൾ ഇതിനകത്ത്, എന്നാൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുകയും വേണം. അപ്പോൾ അത്തരത്തിലുള്ള ഡയലോഗ്സ് ആയിരുന്നു എൻ്റേത് ഇതിനകത്ത്. ഇപ്പം മിഥുൻ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടിന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, എടാ നിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യത്തിനും എല്ലാം കണക്റ്റഡ് ആണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നിമിത്തശാസ്ത്രവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തീസിസ് മെറ്റീരിയലാണ് അല്ലേ, അതായത് നമ്മൾ ഗവേഷണം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൗതുകമായിരുന്നു. ഇതെങ്ങനെ സ്വാമി സാർ ഒരു സിനിമയിൽ പറയും, ഇതൊരു തോട്ടായിട്ട് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നു. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യു ഹാവ് ടു ബി അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നത്. ആ റൈറ്റ് പ്ലേസും റൈറ്റ് ടൈമും ഒക്കെ ആരാ തീരുമാനിക്കുന്നത്? അത് യൂണിവേഴ്സ് ആണോ തീരുമാനിക്കുന്നത്? അത് നമ്മളുടെ മനസ്സിൽ സൈക്കോളജി ആണോ, അതോ ആസ്ട്രോളജി ആണോ, ജ്യോതിഷമാണോ, എന്താണ്? ഇതെല്ലാം എന്താണ് ഒരുമിച്ച് വരുന്ന ഒരു കണക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ് സീക്രട്ട്. അപ്പോൾ അത് എനിക്കും ആക്ച്വലി എല്ലാവരെയും പോലെ ഞാനും കാണാൻ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇതെല്ലാം ഒരുമിച്ച് വന്ന് എങ്ങനെയാണ് ഇത് സിനിമയായ രൂപത്തിൽ എങ്ങനെയാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ പ്രതീക്ഷ ഇനി കുറച്ച് കാലം ജൂലൈ 26 അടുത്തിരിക്കുകയാണ്. എന്താണ് വെറുതെ സൈലന്റ് ആയിട്ടാണ്? സിനിമയിൽ അങ്ങനെ അല്ലല്ലോ, അങ്ങനെ മൂലയിൽ ധ്യാൻ കൊണ്ട് ഒതുക്കിയിരുത്തേക്കാണോ? ഒതുക്കിയിരുത്തേ അല്ല ഇത് നമ്മൾ ഇടപെടുന്നില്ല, ഇടയ്ക്കൊന്ന് ഇടപെടണ്ടേ? കേട്ട് ആസ്വദിച്ചോണ്ടിരിക്കല്ലേ ഇവര് പറയുന്നത്. ഇവരെയൊക്കെ ഞാനും ഇന്റർവ്യൂലാണ് അധികം കാണുന്നത്. ഷൂട്ടിംഗ് സെറ്റിൽ കുറച്ച് ദിവസങ്ങളല്ലേ നമ്മൾ ഒരുമിച്ചുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ കാണുന്ന ഇന്റർവ്യൂസിലും ബാക്കി മൂവീസിലുമാണ്. അപ്പൊ നേരിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലേ ധ്യാൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ നേരിട്ട് അടുത്തിരുന്ന് കാണാൻ പറ്റാന്നൊക്കെ പറയുന്നത്. ഒരു എനിക്ക് തോന്നുന്നു ഈ സിനിമയിലാണ് ആദ്യം. സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയാണ്? ത്രൂ ഔട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നത് ഈ പടത്തിലാണ്. ഇതിനു മുന്നേ ക്രിസ്റ്റഫറിലും ശേഷം മൈക്കിൾ ഫാത്തിമയിലും ചെറിയ വേഷങ്ങൾ ഇതിലാണ് ത്രൂ ആയിട്ട് വരുന്നത്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? നാട് മലപ്പുറമാണ്. മലപ്പുറത്ത് നിന്ന് സിനിമാ സ്വപ്നമായിട്ട് തന്നെയാണ് കൊച്ചിയിലേക്ക് വണ്ടി കയറിയത്. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ധ്യാന് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നു? നമ്മൾക്കൊന്നും ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ടൈപ്പ് ആളല്ല. ഈശ്വരാ, ഞാൻ ഇങ്ങോട്ട് കൊണ്ടിക്കണ്ടോ ചോദിക്കണ? ചേട്ടാ അത് ഞാൻ പറയണോ? എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.